ഇങ്ങനെ ഷാംപൂ തലയിലൊഴിച്ച് കുളിക്കണ്ടേ അറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ ഓയിലൊന്നും ഇടണം എന്നുള്ള ബോധം അന്ന് എനിക്കുണ്ടായിരുന്നില്ല. അന്ന് എനിക്ക് കണ്ടീഷണർ എന്താന്ന് കൂടി അറിയത്തില്ല. ഹായ് കുഡൂസ്, നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ തമ്മിൽ കണ്ട പോലെ ഞാൻ ഷെയർ ചെയ്യാൻ പോണത് ഞാൻ ടീനേജ് ടൈമിൽ എൻ്റെ ഹെയർ കെയറിൽ ഉണ്ടാക്കിയിരുന്ന മിസ്റ്റേക്സിനെ കുറിച്ചാണ്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫൈ യുവർ ഹെയർ ടൈപ്പ്. നമ്മുടെ ഹെയർ ടൈപ്പ് ഏതാണെന്ന് ഫസ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. സ്ട്രെയിറ്റ് ആണോ, വീവി ആണോ, കേളി ആണോ, എന്നാലേ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള പ്രോഡക്ട്സും അതുപോലെ തന്നെ കെയറും കൊടുക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെന്ന് പറഞ്ഞാൽ ഒരു 3B ഗേൾസ് ആയിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് ഭയങ്കര എന്താ പറയുക, എങ്ങനെ മാനേജ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഒന്നാമത് ആ ടൈം എനിക്ക് ഭയങ്കര തിക്ക് ഹെയർ ആയിരുന്നു. അമ്മയാണ് ഹെയറൊക്കെ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര തിക്കായിരുന്നു. ഇപ്പം അതിൻ്റെ ഒരു പകുതി പോലും ഇല്ല. അപ്പം അന്നെന്ന് പറയുമ്പോൾ ഭയങ്കര എനിക്ക് എങ്ങനെ മാനേജ് ചെയ്യേണ്ടതെന്ന് അറിയത്തുണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെവിയും അതുപോലെ തന്നെ ഞാൻ ഈ സ്ട്രെയിറ്റ് ഹെയറിന് നമ്മൾ ഫോളോ ചെയ്യണ ഹെയർ കെയർ അതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഡെയിലി മുടി ചീകുക, അതുപോലെ തന്നെ ഡെയിലി കുളിക്കുക, അങ്ങനത്തെ സംഭവങ്ങൾ. എൻ്റെ ഓബ്വിയസ്ലി കേളി ഹെയർ ആയത് കാരണം ഇപ്പം ഞാൻ വീക്ക്ലി ട്വൈസ് ഒക്കെ കുളിക്കത്തുള്ളൂ. മീൻസ് അത്രയും മതി കേളി ഹെയറിന്. സ്ട്രെയിറ്റ് ഹെയറിൻ്റെ പോലത്തെ ഡെയിലി കോംബ് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര, പിന്നീട് അത് ഭയങ്കര ഫ്രിസി ആവും തോറും അതുപോലെ ഹെയർ കൂടുതൽ ഫ്രജൈലാവും, പൊട്ടിപ്പോവാനും ബ്രേക്കേജ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ഇതെന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾ ഏത് ഹെയർ ടൈപ്പാണ് ഐഡൻറ്റിഫൈ ചെയ്യണം. രണ്ടാമത് ഞാൻ ചെയ്ത മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മുടിയിൽ കണ്ടീഷണർ യൂസ് ചെയ്യണമെന്നുണ്ടായിരുന്നില്ല. അതെ, ഞാൻ എൻ്റെ മുടിയിൽ തീരെ കണ്ടീഷണർ യൂസ് ചെയ്യില്ലായിരുന്നു. ജസ്റ്റ് ഷാമ്പു മാത്രമേ യൂസ് ചെയ്തില്ല. അന്ന് എനിക്ക് കണ്ടീഷണർ എന്താണെന്ന് കൂടി അറിയത്തില്ല. ഓബ്വിയസ്ലി എൻ്റെത് എന്താ പറയുക, ഒരു കേളി ഹെയർ ആയത് കാരണം എനിക്ക് നല്ല ഹൈഡ്രേറ്റിംഗ് കണ്ടീഷണർ, നോർമൽ ഹെയറിനെക്കാട്ടിയും ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള നറിഷിംഗ് ആയിട്ടുള്ള കണ്ടീഷണർ വേണം. സോ ഇപ്പം ഞാൻ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ കണ്ടീഷണർ അല്ല, മറ്റേ ഹെയർ മാസ്കുകളില്ലേ തിക്കായിട്ടുള്ളത്, കണ്ടീഷണറിനെക്കാട്ടിയും കുറച്ചും കൂടിയും തിക്ക് കൺസിസ്റ്റൻസിയും നറിഷിങ്ങും ആയിട്ടുള്ളത് ഹെയർ മാസ്കുകളാണ്. അപ്പം ഞാൻ ഇപ്പം കറൻലി ഞാൻ ലോറിയലിൻ്റെ ഹെയർ മാസ്കാണ് യൂസ് ചെയ്യണത്. സോ അതൊരു ഭയങ്കര വലിയ മിസ്റ്റേക്കാണ്. എസ്പെഷ്യലി കേളി ഹെയർ ഉള്ളവർ ഒരു നറിഷിങ് കണ്ടീഷണർ കുളിക്കുമ്പോൾ എന്തായാലും യൂസ് ചെയ്യണം. അടുത്ത ഞാൻ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് കൈ കിട്ടിയ എന്താ പറയുക ഷാംപൂസാണ് യൂസ് ചെയ്തിരുന്നത്. അന്ന് ആകെ ഷാമ്പൂ മാത്രമേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഹെയർ ഓയിൽ പിന്നെ വീട്ടിൽ ഉണ്ടാക്കുന്ന കോക്കനട്ട് കച്ചി വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരുന്നത്. പക്ഷേ ഷാംപൂസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കയ്യിൽ കിട്ടിയതെടുത്ത് യൂസ് ചെയ്യും, അങ്ങനെയായിരുന്നു യൂസ് ചെയ്തിരുന്നത്. പിന്നെ ഷാമ്പൂ ഒന്നും മര്യാദക്ക് എനിക്ക് കഴുകി കളയാനൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് എന്താ പറയുക, അങ്ങനെ ആക്ച്വലി അത് ഡയല്യൂട്ട് ചെയ്തിട്ട് കുറച്ച് ഡയല്യൂട്ടൊക്കെ ചെയ്തിട്ടാണ് തലയിലിട്ട് കഴുകേണ്ടത്. എനിക്ക് എങ്ങനെ ഷാമ്പൂ തലയിലൊഴിച്ച് കുളിക്കേണ്ടത് അറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ ഡയറക്റ്റ് അതായിട്ട് ഇങ്ങനെ തലയിൽ കമഴ്ത്തും, അത് മര്യാദക്ക് കഴുകാണ്ടൊക്കെ ആയി, ലൈക്ക് ഫ്ലേക്സ് ഒക്കെ ആയി ഭയങ്കര ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. അതുപോലെ എനിക്ക് ഒബ്വിയസ്ലി എൻ്റെ കേളി ഹെയർ ആയത് കാരണം ഞാൻ കുറച്ച് നറിഷിങ് ഇൻഗ്രീഡിയൻസ് ഉള്ള ഷാമ്പു വേണമായിരുന്നു യൂസ് ചെയ്യാനായിട്ട്. പക്ഷേ ഞാൻ അതൊരിക്കലും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഡീറ്റാങ്കിൾ ചെയ്യണത് ഡ്രൈ ഹെയറിലായിരുന്നു. ഓയിലൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ കുറച്ച് വലുതായി ഞാൻ തന്നെ ഹെയർ കെയർ ചെയ്യാൻ തുടങ്ങിയ ടൈമാണ്. ഞാൻ ഭയങ്കര റഫായിട്ട്, ഒന്നാമത് എൻ്റെ മുടി ഭയങ്കര തിക്കായിരുന്നു. അപ്പം ഞാൻ ഡീറ്റാങ്കിൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഓയിലൊന്നും ഇടണം എന്നുള്ള ബോധം അന്ന് എനിക്കുണ്ടായിരുന്നില്ല. അല്ലാണ്ട് ജസ്റ്റ് ഞാനിങ്ങനെ മുടി ഭയങ്കര ഹാർഷായിട്ട് കോംബ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഹാർഷായിട്ട് കോംബ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര തിക്ക് ഹെയർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവുമായിരുന്നു. ഇത് ഡീറ്റാങ്കിൾ ചെയ്യാൻ ഭയങ്കര, കേളി ഹെയർ ഉള്ളവർക്ക് അറിയാം, കേളി ഹെയർ ഭയങ്കര ഡീറ്റാങ്കിൾ ചെയ്യാൻ ഭയങ്കര പാടാണ്, സ്ട്രെയിറ്റ് ഹെയർ പോലെയല്ല. സോ ഇത് ഡീറ്റാങ്കിൾ ചെയ്യുമ്പോൾ ജട പോകത്തുമില്ല. അപ്പം ഭയങ്കര ഫ്രസ്ട്രേഷൻ വന്ന് ഞാൻ എന്തൊക്കെയോ ദേഷ്യം അതിൻ്റെ മെക്കെട്ട് കാണിക്കണ പോലെയായിരുന്നു. ഞാൻ ഭയങ്കര ദേഷ്യത്തിലാണ് ഞാൻ ഡീറ്റാങ്കിളൊക്കെ ചെയ്തിരുന്നത്. ഞാൻ ഓയിൽ യൂസ് ചെയ്യില്ല. ആക്ച്വലി ഞാനിപ്പോൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ഓയിൽ യൂസ് ചെയ്ത് കുറച്ച് നേരം ഒരു 1-2 മണിക്കൂർ ഇരുന്നിട്ട് ആ ഇരിക്കുന്ന ടൈം കൊണ്ട് തന്നെ ഞാൻ ഡീറ്റാങ്കിൾ ചെയ്യാറാണ് പതിവ്. ഐ മീൻ ഇപ്പം ചെയ്യണത്. അത് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള മെത്തേഡാണ് അങ്ങനെ ചെയ്യേണ്ടതും. അന്ന് എനിക്ക് അത് അറിയണ്ടായിരുന്നില്ല, അത് കാരണം ഞാൻ ചെയ്തില്ല. പിന്നെ ഞാൻ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഹീറ്റ് ഹെയറിൽ യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും ഹെയർ പ്രൊട്ടക്റ്റൻ്റ് യൂസ് ചെയ്യുന്നില്ല, ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ യൂസ് ചെയ്യുന്നില്ല. അത് ഭയങ്കര ഒരു ഡാമേജിങ് ആയിട്ടുള്ള ഒരു ഹാബിറ്റാണ്. എപ്പോഴും നമ്മൾ ഹീറ്റ് അല്ലെങ്കിൽ ഹെയർ സ്റ്റൈലിങ് ചെയ്യുമ്പോൾ ഒരു ഹെയർ പ്രൊട്ടക്റ്റൻ യൂസ് ചെയ്യണം. അല്ലെങ്കിൽ അത് എന്താ പറയുക, മുടിയിട്ട് ഫ്രൈ ചെയ്യണ പോലത്തെ ഒരു സംഭവമാണ്. അത് ഭയങ്കര ഡാമേജിങ് ആയിട്ടുള്ള ഒരു ഹാബിറ്റാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ
സ്കാൽപ്പിലോട്ട് അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ കുറച്ച് ഹെയർ മാസ്കുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യും. പക്ഷേ എനിക്ക് ഇപ്പം ഹെയർ ഓയിൽ തേക്കുവാണെങ്കിൽ ഞാൻ സ്കാൽപ്പിൽ തേക്കില്ലായിരുന്നു. ജസ്റ്റ് മുടിയിലൊക്കെ തേക്കത്തുള്ളൂ. എന്താ പറയുക, ഈ മുടി ഈ പോർഷനിലൊക്കെ തേക്കത്തുള്ളൂ. സ്കാൽപ്പിൽ അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഹെയറിൻ്റെ റൂട്ട് എന്ന് പറയുന്നത്, അടിവേര് എന്ന് പറയുന്നത് സ്കാൽപ്പാണ്. അപ്പോൾ സ്കാൽപ്പ് നന്നായാൽ എന്താ പറയുക, ഒരു ബേസ് കിട്ടത്തുള്ളൂ, ഹെയറിന് ഗ്രോ ചെയ്യാനുള്ള ഒരു ബേസ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും സ്കാൽപ്പ് ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഡയറ്റ്, നമ്മൾ ബയോട്ടിൻ റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാതും നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. എന്നാലും നമ്മൾ എന്താ പറയുക, എക്സ്റ്റേണലായി ചെയ്യണത് ഒരു ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമേ അത് ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. നമ്മൾ ഇൻറ്റേർണലായി കൊടുക്കണതാണ് കൂടുതൽ ഹെയർ ഹെൽത്തിന് ഹെൽപ്പ് ചെയ്യുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്താ പറയുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. ബൈ.